ശരീഅത്തിന്റെ സംരക്ഷണ റാലി, അതിന്റെ പ്രഖ്യാപന സമ്മേളനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നു, നാളെ പാലക്കാട് നടക്കുന്നു. എത്രയോ ജില്ലകളിൽ, എത്രയോ മണ്ഡലങ്ങളിൽ, പഞ്ചായത്തുകളിൽ, ചെറുതും വലുതുമായ സംസ്ഥാന തലങ്ങളിലൊക്കെയും ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ഈ റാലികൾ നടക്കുന്ന, പ്രഖ്യാപന സമ്മേളനങ്ങൾ നടക്കുന്ന ആ ഒരു സമയത്ത് ഏറ്റവും യോജിപ്പുള്ള ഒരു ഹദീസ്, അതോടുകൂടെ നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലയഖ്റുജന്ന ദജ്ജാൽ, നിങ്ങളിലേക്ക് മസീഹുദ് ദജ്ജാൽ കടന്നുവരും. ആസ ഫീകും യമീനൻ വആസ ശിമാലാ, പോകുന്ന വഴിക്ക് മുഴുവനും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഫിത്നകൾ പരത്തിയിട്ട് പച്ച നുണ പറയുന്ന ആൾക്കാണ് ശരിക്ക് ദജല എന്ന് അറബിയിൽ പറഞ്ഞാൽ. ഖദബ എന്നാണ് ഒരുപാട് പറയുന്ന ആൾക്കാണ് ദജ്ജാൽ എന്ന് പറയാ. നിങ്ങളിലേക്ക് മസീഹുദ് ദജ്ജാൽ കടന്നുവരും. എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞു, യാ ഇബാദല്ലാഹ്, മസീഹുദ് ദജ്ജാൽ വരുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ അടിമകളെ, ഫസ്ബുതു, നിങ്ങൾ കാലിടറാതെ പതറാതെ നിൽക്കണം, നിങ്ങൾ ആടി ഉലയരുത്, ഉറച്ചു നിൽക്കണം നിങ്ങൾ. ഫസ്ബുതു القابض فيه على دينه كالقابض على الجمر, ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെന്ന് തീ കനൽ കയ്യിൽ പിടിച്ചതുപോലെയായിരിക്കും. لتنقضن عرى الإسلام عروة عروة, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നോരോന്നായി തച്ചുടക്കപ്പെടുന്ന കാലം വരും. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോന്നോരോന്നായി പാടില്ല, ഇവിടെ സമ്മതിക്കില്ല എന്ന് പറയുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ട്. കമൻ സഖലത് ഉർവ കുല്ലമൻ സഖലത് ഉർവ തശബ്ബസ الناس بالتي تليها, ഇസ്ലാമിനെതിരെ ഓരോ നിയമം വരുമ്പോ അതിന്റെ പിന്നാലെ കൂടി ആളുകൾ സമരം ചെയ്ത് തോൽപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അത് വിജയിക്കാതെ വരികയും ആ ഇസ്ലാമിന്റെ നിയമം അവിടെ അവർക്ക് മുമ്പിൽ അടിയറവെക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ആളുകൾ അടുത്തതവരെ പിടിക്കരുത് എന്ന് വിചാരിച്ച് മറ്റു ഇസ്ലാമിക വിഷയങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങും, അവർ സമരങ്ങൾ ചെയ്യും. എന്നാൽ അറിയണേ, ഫഅവ്വലുഹുന്ന നഖ്ളാ, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ആദ്യമായി തച്ചുടക്കാൻ പോകുന്നത്, ആദ്യമായി മുസ്ലിമിന്റെ നിയമങ്ങളിൽ, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ആദ്യം തച്ചുടക്കപ്പെടാൻ പോകുന്ന നിയമം എന്തെന്നറിയണേ? അൽ ഹുക്മു ബിമാ അൻസലല്ലാഹ്, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ശരീഅത്തിന്റെ നിയമം ഇവിടെ നടക്കാൻ പറ്റില്ല എന്ന് ആദ്യം അതായിരിക്കും വരിക. ആദ്യം ശരീഅത്തിന്റെ നിയമമാണ് തച്ചുടക്കപ്പെടുന്നത്. സമരങ്ങൾ എത്ര തന്നെ ചെയ്താൽ തന്നെയും ഒരുപക്ഷേ ഫലം കാണാത്ത വിധത്ത് ലോക മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന വിപത്തിന്റെ ഭാഗമായി അൽ ഹുക്മു ബിമാ അൻസലല്ലാഹ്, അല്ലാഹുവിന്റെ നിയമം ഇവിടെ പാടില്ലെന്ന് വരും. മുത്തലാഖിന്റെ വിഷയമാവട്ടെ, ശറഇന്റെ വിഷയങ്ങൾ, ഫുഖഹാഇന്റെ വിഷയങ്ങൾ, ഇസ്ലാമിന്റെ നിയമപ്രമാണം മനുഷ്യനുണ്ടാക്കുന്നതല്ലല്ലോ. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ആലിമീങ്ങൾ ഹദീസുകളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഇജ്മാ ഖിയാസുകളിൽ നിന്ന്, ഇസ്ലാമിന്റെ ഉസൂലുകളിൽ നിന്ന്, ഫിഖ്ഹിന്റെ ഉസൂലുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ശരീഅത്തിന്റെ നിയമങ്ങൾ, അൽ ഹുക്മു ബിമാ അൻസലല്ലാഹ്, ശരീഅത്ത് നിയമം ഇവിടെ പാടില്ല എന്നാണ് ആദ്യം പറയുന്നത്. വആഖിറുഹുന്ന നഖ്ളാ, അവസാനമായി ഇവിടെ മുസ്ലിം അനുഭവിക്കാൻ പോകുന്ന പ്രയാസം, അവസാനം ഇസ്ലാമിൽ നിന്ന് പൊളിക്കപ്പെടുന്ന വിഷയം അസ്വലാ, നിസ്കരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന കാലം വരും. നിസ്കാരം പാടില്ലെന്ന് വരും, നിസ്കാരം ഹറാമാണെന്ന് വരും, നിസ്കാരം തീവ്രവാദമാണെന്ന് വരും, നിസ്കാരം പാടില്ല എന്ന് അവസാനം നിങ്ങൾ സഹിക്കേണ്ടി വരുന്നത് നിസ്കാരം നിരോധിക്കുന്ന നിയമം വരുമ്പോഴാണ്. ആദ്യം നിരോധനം വരുന്ന നിയമം അൽ ഹുക്മു ബിമാ അൻസലല്ലാഹ്, ശരീഅത്തിന്റെ നിയമം ഇവിടെ പാടില്ല എന്ന് വരികയും അതിന് സമാന്തരമായി ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് മുസ്ലിമിന്റെ വിശ്വാസം അടിയറവെക്കുന്ന പരീക്ഷണങ്ങൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഫസ്ബുതു യാ ഇബാദല്ലാഹ്, മുത്തുനബി തങ്ങൾ വിളിച്ച വാക്ക് കേൾക്കണം. യാ ഇബാദല്ലാഹ്, ശരീഅത്തിന്റെ നിയമങ്ങളെ കൈവെക്കാനുള്ള ശ്രമങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ പടപ്പുകളെ യാ ഇബാദല്ലാഹ്, സംഘടനാ വ്യത്യാസങ്ങൾ മറന്ന്,
സംഘടനയുടെ സങ്കുചിതത്വങ്ങൾ മറന്ന് അള്ളാന്റെ പടപ്പുകളെ ഫസ്ബുതു, നിങ്ങളെല്ലാവരും ഒരുമിച്ച് അടിയുറച്ചു നിൽക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുമ്പോ നിഫാഖിന്റെ പണിയെടുത്ത് മാറി നിൽക്കല്ല സഹോദര, മാറി നിൽക്കല്ല സഹോദര. യാ ഇബാദല്ലാഹി ഫസ്ബുതു, നിങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കണം. പുതിയാപ്പള വിളിക്കാനോ കല്യാണത്തിന് വിളിക്കാനോ അല്ല ഇത്. ശരീഅത്തിന്റെ നിയമം സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോ മുത്തുനബിയുടെ ആഹ്വാനമാണ് യാ ഇബാദല്ലാഹി ഫസ്ബുതു. ആദ്യം ഇവിടെ തച്ചുടക്കപ്പെടുന്നത് ശരീഅത്തിന്റെ നിയമമാണ്. കാത്തുനിന്നോളൂ, സൂക്ഷിച്ചോളൂ, ഒരുമിച്ച് നിന്നോളൂ എന്ന് പറയുമ്പോ സ്വന്തം അധികാരമോ സ്വന്തം പവറോ തന്റെ അനുയായികളുടെ വണ്ണമോ എണ്ണമോ ആരെ ബോധിപ്പിക്കുവാനാണ് സഹോദര? എന്തിനാണ് സഹോദര ഉമ്മത്തിന്റെ പൊതുവായൊരു വിഷയത്തിൽ നിഫാഖിന്റെ പടിയെടുത്ത് നിങ്ങൾ മാറി നിൽക്കുന്നത്? യാ ഇബാദല്ലാഹ് എന്ന വാക്കിന്റെ ഉള്ളിൽ നിങ്ങൾ പെടുമെങ്കിൽ ഫസ്ബുതു, ഉമ്മത്തിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ അതാണ് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ. ഈ ഉമ്മത്തിന് ഇതുപോലെ ഒരു പ്രതിസന്ധി വന്ന കാലത്താണ് മൗലാന അലീമിയാൻ എന്ന് പറയുന്ന മഹാനായ റിജാലു സുഹവ എന്ന ഈ ഉമ്മത്തിന്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ചു പോലും പ്രതിപാദിച്ച പ്രഗത്ഭമായ കിതാബ് എഴുതിയ മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി അന്നദവി സാഹിബ് മഹാനവറുകളെപ്പോലും ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ഉമ്മത്തിന്റെ ശരീഅത്തിന് വേണ്ടി ഇബാദല്ലാഹ് എന്ന് പറയുന്ന പരിധിയിൽ മുസ്ലിമീങ്ങൾക്ക് ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ അവരെയൊക്കെ കൂട്ടുനിന്നിട്ട് ശരീഅത്തിന്റെ നിയമത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മഹാനായ മർഹൂം ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന യുഗപ്രഭാവനായ പണ്ഡിതനെ തെറി പറഞ്ഞതും ചീത്ത വിളിച്ചതും വഹാബി ആശയത്തിലേക്ക് പോയെന്ന് പറഞ്ഞ് ആ മഹാനെ കുറ്റപ്പെടുത്തിയതും ഈ ശരീഅത്തിന്റെ നിയമത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഒപ്പം നിൽക്കണമെന്ന് ഹബീബിന്റെ ഹദീസ് അനുസരിച്ച് മഹാനവറുകൾ ആഹ്വാനം ചെയ്തതിന്റെ പേരിലാണ് മഹാൻ ചീത്തവിളി കേൾക്കേണ്ടി വന്നത്. അതുകൊണ്ട് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് തിരിയാൻ ഇനിയും സമയം വൈകിക്കൂടാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിനെ അന്ത്യനാളിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടെ കരുതലോടുകൂടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരമുള്ള വിഭാഗീയതകൾ മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട നേരത്ത് കൂടെ നിൽക്കാതിരിക്കുന്നത് നിഫാഖാണ്, കപടവിശ്വാസമാണ്, കാപട്യമാണ്. അതിന് അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പൂരത്തെറികൾ എനിക്കെതിരെ വരും, എനിക്കറിയാം. അതിനുവേണ്ടി പച്ച നുണകൾ പറഞ്ഞുള്ള എന്തെങ്കിലും ക്ലിപ്പുകൾ വരും, എനിക്കറിയാം. പ്രശ്നമല്ല. ലാ അഖാഫു ഫില്ലാഹി ലൗമത ലായിം. ഇതിന്റെ പേരിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും പേടിക്കുന്ന പ്രശ്നമില്ല. ശരീഅത്തിന്റെ നിയമമാണിത്, അല്ലാഹുവിന്റെ നിയമമാണിത്. ഇത് ബലിയഴിക്കപ്പെടുന്ന നേരത്ത് ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ ഞാൻ വാദം പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർ ഈ ഉമ്മത്തിന്റെ പടിക്ക് പുറകിൽ നിൽക്കേണ്ടി വരും. ഈ ഉമ്മത്തിന്റെ കൂടെ നിൽക്കേണ്ടിടത്ത് ചതിക്കുകയല്ല വേണ്ടത്, കൂടെ നിൽക്കൂ. ഒരു ശബ്ദമെങ്കിൽ ഒരു ശബ്ദം നിങ്ങൾ കൂടെ നിന്നില്ലെങ്കിൽ ശരീഅത്തിന്റെ നിയമം ഇവിടെ ദുർബലമാവുകയും അല്ലാഹുവിന്റെ നിയമം അൽ ഹുക്മു ബിമാ അൻസലല്ലാഹ് ശരീഅത്തിന്റെ നിയമമാണ് ഇവിടെ ആദ്യം തച്ചുടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഒന്നൊന്നായി കഴിഞ്ഞ് അവസാനം നിസ്കാരം പോലും പാടില്ല എന്ന് പറയുന്ന സമയം ഉമ്മത്തിന് വരാനുണ്ട് എന്ന് ഈ ഉമ്മത്തിന് റഹ്മത്തായി വന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിടത്താണ് മുഅ്മിനെ അന്ത്യനാളിന്റെ പടിവാതിൽക്കൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഗൗരവമായി മനസ്സിലാക്കണം. മൻ കാന ലഹു അഖ്ലുൻ ഫൽയഫഹം. ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കിക്കോളൂ. സർവശക്തനായ അല്ലാഹു അവന്റെ ദീനിനെ റബ്ബ് സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സേവനം എന്തെങ്കിലും ഒരു ഖിദ്മത്ത് അല്ലാഹുവിന് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ.